കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിയ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് കൂടി സമരമുഖത്തേക്ക് ഇറങ്ങിയത് കേന്ദ്ര സർക്കാരിന് അപ്രതീക്ഷിത പ്രഹരമായിരിക്കുകയാണ്. കോൺഗ്രസ് നടത്തുന്ന CJP അനുകൂല പ്രക്ഷോഭത്തെ തുടർന്ന് അസാധാരണ നടപടികൾക്കാണ് രാജ്യതലസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പുനർമൂല്യനിർണ്ണയത്തിലെ അപാകതകൾ എന്നിവയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 6-ാം തീയതിയാണ് CJP ജന്തർ മന്ദിറിൽ സമരം ആരംഭിച്ചത്. എന്നാൽ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സത്യാഗ്രഹം മുതൽ വിദ്യാർത്ഥികൾക്കെതിരായ ഡൽഹി പോലീസിന്റെ നരനായാട്ടോടെ ഈ സമരത്തിന്റെ രൂപം മാറി. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസ് നേരത്തെ മുതൽ സ്വീകരിച്ചത് എങ്കിലും CJPയുടെ പ്രതിഷേധത്തെ പിന്തുണച്ചും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും ഇന്നാണ് സമരത്തിന് കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിയത്. തിങ്കളാഴ്ചത്തെ പാർലമെന്റ് മാർച്ചിനിടെ CJPക്ക് എതിരെയുണ്ടായ ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രത്യക്ഷമായ രാഷ്ട്രീയ ഇടപെടലെന്നോണമാണ് ഇന്ന് സമരരംഗത്ത് വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൈകൾ കൂട്ടിക്കെട്ടി CJPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഡൽഹിയിലെ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിക്ക് മുൻപിൽ നിന്നുമാണ് പ്രതിഷേധ സമരം ആരംഭിക്കുന്നത്. 1 കിലോമീറ്റർ അകലെയുള്ള അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ വസതി ലക്ഷ്യമാക്കി അപ്രതീക്ഷിതമായിട്ടായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. മിന്നൽ സമരത്തിനെത്തിയ നേതാക്കളെ അടക്കം ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് നീക്കിയത്. പോലീസ് നടപടികളെ MP-മാരടക്കം ചോദ്യം ചെയ്തത് വലിയ സംഘർഷത്തിനും ഇടയാക്കി. CJPയുടെ സമരത്തിനിടെ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നും പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടത്താനും താൽപ്പര്യമില്ല എന്നുകൂടി അദ്ദേഹം ആരോപിച്ചു. ലോക് കല്യാൺ മാർഗിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്ത പ്രതിഷേധം ഉയർത്തിയതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമായി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ കൂടി ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രതിഷേധ സ്ഥലത്ത് നേരിട്ടെത്തി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ ജിതേന്ദ്ര സിംഗ് മുന്നോട്ടുവച്ച അനുനയ നീക്കം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തള്ളിക്കളഞ്ഞു. കേന്ദ്രവുമായി ചർച്ച തുടങ്ങാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. തുടർന്ന് മന്ത്രി തിരികെ പോയി. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയെ പോലീസ് വലിച്ചിഴച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിഷേധിച്ച MP-മാരെയും ഇതേപോലെ അറസ്റ്റ് ചെയ്ത് നീക്കി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സമരക്കാർക്ക് നേരെ കടുത്ത അതിക്രമമാണ് പോലീസ് കഴിഞ്ഞ ദിവസവും അഴിച്ചുവിട്ടത്. പോലീസിൽ നിന്നും സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം പോലും നടക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പിടിച്ചു മാറ്റുന്നതിനിടയിൽ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്തെ പോലീസ് മോശമായി സ്പർശിക്കുന്നതുൾപ്പെടെയുള്ള വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസിന് അമ്മയും പെങ്ങന്മാരുമില്ലേ എന്ന് ചോദിച്ചാണ് CJP ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. ലാത്തി ഉപയോഗിച്ച് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പോലീസുകാർ കുത്തുന്ന ദൃശ്യങ്ങളും ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ സംഘർഷത്തിൽ പരിക്കേറ്റ 21-കാരി വെന്റിലേറ്ററിൽ തുടരുകയാണ്. യുവതിയുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം. RML ആശുപത്രിയിലാണ് ഈ 21-കാരിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് കർഷകർ കൂടി ഡൽഹിയിൽ പ്രതിഷേധത്തിന് വരാൻ പോകുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയും US ഒപ്പുവെക്കാൻ പദ്ധതിയിടുന്ന ഡീലിനെതിരെയാണ് ഡൽഹി കിസാൻ ഘട്ടിൽ കർഷകർ സമരത്തിനെത്തുന്നത്. കർഷക സംഘടനയായ കിസാൻ മസ്ദൂർ മോർച്ചയാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം വഹിക്കുന്നത്. ശരിക്കും വിദ്യാർത്ഥി സമരവുമായി ഈ പ്രതിഷേധത്തിന്, അതായത് കർഷകരുടെ പ്രതിഷേധത്തിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ 2021 നടന്ന കർഷക പ്രതിഷേധം കേന്ദ്രത്തിന് വലിയ തലവേദന സൃഷ്ടിച്ച വിഷയമായിരുന്നു. അന്ന് തലസ്ഥാനത്തെ തങ്ങളുടെ ട്രാക്ടറുകൾ കൊണ്ട് വിറപ്പിച്ച കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നത് കേന്ദ്രത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. നിലവിൽ വിദ്യാർത്ഥി പ്രതിഷേധം ആളിക്കത്തുന്ന അവസ്ഥയിൽ തന്നെ കർഷകർ കൂടി ഡൽഹിയിലെത്തിയാൽ കേന്ദ്രത്തിന് അത് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെ കരുതേണ്ടി വരും. അതേസമയം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നും പ്രധാനമന്ത്രി NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചത്. രാഷ്ട്രീയമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്കും ക്ഷേമത്തിനുമായി ഒന്നിച്ചു നിൽക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ MP-മാർക്കുമുണ്ട് എന്നും NDA സഖ്യകക്ഷികളും പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായാണ് കിരൺ റിജിജു മാധ്യമങ്ങളെ അറിയിച്ചത്.
അതേസമയം ഇന്നലത്തെ പോലീസ് നടപടിക്ക് പിന്നാലെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ ജനപങ്കാളിത്തം ഏറിയിട്ടുമുണ്ട്. സമരം പരിധികൾക്കും നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തേക്ക് കടക്കുമ്പോൾ അതിനെ ഇനി എങ്ങനെ കേന്ദ്രം നേരിടും എന്നത് അറിയേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ചു വാങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ? മോദി സർക്കാർ ഇനി എന്തു ചെയ്യും എന്നതെല്ലാം കണ്ടറിയാം.